ഹലോ ഗായ്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള പഫ് സ്ലീവ്സ് എങ്ങനെ ഈസി ആയിട്ട് വെക്കാം എന്നുള്ളതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഞാനിവിടെ സ്ലീവ്സ് ഇല്ലാത്ത ഒരു ഫ്രോക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് പഫായിട്ടുള്ള സ്ലീവ്സാണ് വെക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ നീളത്തിലുള്ള നമ്മൾ ആം ഹോൾസ് വെക്കുന്നതിനെക്കാട്ടി നീളത്തിലുള്ളൊരു തുണി എടുക്കാം. 8 താഴ്ഭാഗത്തു നിന്ന് മേലോട്ടേക്ക് സ്ലീവ് വെക്കേണ്ട ആം ഹോൾസ് നിവർത്തിയിട്ട് അതിൻ്റെ മെഷർമെൻ്റ് എടുക്കാം. ഇത്രയും ഭാഗം ഇവിടെ ലെഫ്റ്റ് ആയിട്ടുണ്ടാവും, അവിടെ നമുക്ക് പ്ലീറ്റ് ഇടേണ്ടതാണ്. ഈ മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നേരെ പകുതിയാക്കിയിട്ട് അതേ കട്ട് ചെയ്ത ഭാഗം വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് അവിടെയും ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കാം. ഇനി സ്ലീവ്സ് മുഴുവനായി നിവർത്തുക. എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗം മുതൽ നെക്സ്റ്റ് എൻഡുള്ള കട്ട് ചെയ്ത ഭാഗം വരെ പ്ലീറ്റ് ഇതുപോലെ ചെറുതായി ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 6 പ്ലീറ്റാണ് ഇട്ട് കൊടുക്കുന്നത് മൊത്തമായിട്ട്. ഇനി ഇതിൻ്റെ മേലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ താഴ്ഭാഗത്തും ഇതേ അളവിൽ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമ്മൾ പൈപ്പിംഗ് ആണ് വെക്കാൻ പോകുന്നത്. കൈൻ്റെ അറ്റത്ത് നമ്മൾ പൈപ്പിംഗ് ആണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ 1 ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത്. 3 പീസ് മതിയാകും. നീളത്തിലുള്ളതാണെങ്കിൽ 3 പീസ് മതിയാകും. ചെറുതാണെന്നുണ്ടെങ്കിൽ 4 പീസോളം വേണം. ഇനി ഈ ക്രോസ് പീസെല്ലാം ജോയിൻ ചെയ്തെടുക്കണം. നമുക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെയാണ് ജോയിൻ ചെയ്യേണ്ടത്. ഇനി ഇത് സ്ലീവിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിലോട്ട് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. പുറമേ സ്റ്റിച്ച് കാണാത്ത വിധത്തിൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്.
അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവ് കറക്റ്റ് സ്ലീവിന് വരുന്ന അളവ് അടയാളം വരുത്തിയിട്ട് 1 ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതുപോലെ ആം ഹോൾസിൻ്റെ അവിടെ വരെ ക്രോസ് ആയിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അവിടെ നിന്ന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്ലീവ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഷോൾഡറുമായിട്ട് ആ കട്ട് ചെയ്ത ഭാഗം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രോക്കിൻ്റെ ആം ഹോൾസ് വലിച്ച് ഇതുപോലെ സ്ലീവ്സും ഒരുമിച്ച് വെച്ചിട്ട് വേണം അടിച്ചു കൊടുക്കാൻ. ഇനി 1 ഇഞ്ച് വീതിയിൽ ഇതിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പഫ് സ്ലീവ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ലുക്കായിട്ട് തന്നെ ഉള്ളത്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.